2023 കീമിൽ നിന്ന് വന്ന PYQ ആണ്. വെക്ടറിൽ നിന്നാണ് ചോദ്യം. ദ ഡിറക്ഷൻ കൊസൈൻസ് ഓഫ് എ വെക്ടർ എ ഇസ് ഈക്വൽ ടു -2i + j - k. ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഡിറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്. വെക്ടർ ai + bj + ck എന്ന് പറയുന്നതാണ് ഒരു വെക്ടർ എങ്കിൽ ഇവിടെ a b c അവരെ വിളിക്കുന്ന പേരാണ് ഡിറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് DRS എന്ന് പറയുന്നതാണ് ആര് a, b, c. a, b, c ആണ് നമ്മുടെ DRS ആയിട്ട് നമുക്ക് എടുക്കാം. DRS എന്ന് പറയുന്നത് ഒരു സെറ്റ് വാല്യൂസ് മാത്രമല്ല, ഇൻഫൈനൈറ്റ് വാല്യൂസ് നമുക്ക് പറയാം. ഈ DRSന് പ്രൊപ്പോർഷണൽ ആയിട്ട് ABC-ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ഏത് നമ്പേഴ്സിനെ നമുക്ക് DRS, ഏത് സെറ്റിനെ നമുക്ക് DRS എന്ന് പറയാം. എന്തായാലും ഇവിടെ നമുക്ക് ഒരു DRS എന്നുള്ള നിലയ്ക്ക് ഒരു ഡിറക്ഷൻ റേഷ്യോ ആയിട്ട് നമുക്ക് ആരെ എടുക്കാം? ABC-നെ എടുക്കാം. ഇനി DCS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറക്ഷൻ കൊസൈൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോ DRSനെയും മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ഇതിന്റെ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് √(a² + b² + c² എന്നല്ലേ വരിക. അപ്പൊ നമ്മൾ DCS കാണാൻ വേണ്ടിയിട്ട് എനെ √(a² + b² + c² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ DCS ഡിറക്ഷൻ കൊസൈൻ കാണാൻ വേണ്ടിയിട്ട് ഡിറക്ഷൻ കൊസൈൻ 3 എണ്ണം ഉണ്ടല്ലോ, L, M, N. L ആണ് a/√(a² + b² + c². രണ്ടാമത്തത് b/m, അതായത് b/√(a² + b² + c². N-ന്റെ വാല്യൂ c/√(a² + b² + c². അപ്പൊ ABC കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ DCS കിട്ടും. ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ആദ്യം നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെക്ടർ എ, അതായത് √2² അല്ലെ, -2ന്റെ സ്ക്വയർ 4. അപ്പൊ 4 + 1ന്റെ സ്ക്വയർ, ജെയുടെ കമ്പോണന്റ് 1 ആണ്, അതിന്റെ സ്ക്വയർ 1 ആണ്. -1ന്റെ സ്ക്വയർ, കെയുടെ കമ്പോണന്റ് -1 ആണ്, അതിന്റെ സ്ക്വയർ 1 എന്ന് കിട്ടും. അപ്പൊ ഇത് √6 എന്ന് കിട്ടും. അപ്പൊ ഓരോ DRSനെയും എന്ത് ചെയ്യണം? ഡിറക്ഷൻ റേഷ്യോയെയും മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ DCSലെ L എന്ത് കിട്ടും? -2/√6. ആരാ? -2/√6 ഉണ്ട്. അടുത്തത് 1/√6 ആണ്, അടുത്തത് -1/√6 ആണ്. അപ്പൊ -2/√6, 1/√6, -1/√6. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, -2/√6, 1/√6, -1/√6.